سماحة والسعادة والفضيلة علماءنا الأجلاء. أيها السادة، في البداية أريد أن أقول لكم بأني في 3 صعوبات أو مشكلات، يعني أنا أواجه 3 من المشكلات لكي أخاطبكم على هذه المنصة. المشكلة الأولى وهو أكبر المشاكل، مطلوب مني أن أقدم موضوعا وسيعا جدا، ولست أنا بمستحق ولست أنا بأهل لكي أقوم بهذا الأمر أمام أساتذتنا وعلمائنا الكبار وأمامكم أنتم. ربما يكون هناك كثير من الذين يجلسون تحت المنصة يكونون أكبر من بعض العلماء الذين فوق المنصة. أيوة، فوق المنصة معناه ليست فوق أيديهم كما شرحوا. والمشكلة الثانية، كان المفروض أن أقدم البحث باللغة العربية، والآن تغيرت لغة التفاهم بيني وبينكم إلى اللغة المحلية المليبارية، وأنا لم أعد نفسي لهذا الأمر. أما الأمر الثالث، لم يحددوا لي الوقت أو المدة المعينة لتقديم هذا الموضوع. لا أدري هل هو ربع ساعة أو نصف ساعة أو ما يقرب من ساعة، وأنا أتمنى من المنظمين أن يسمحوا لي الوقت الكافي للاختصار في هذا الموضوع. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സാദാത്തുക്കളെ, അൽ ഇസ്ലാമു വൽ മുസ്ലിമൂൻ, ഇതാണ് നമ്മുടെ ഈ സെഷനിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. വളരെ വിശദമായി തന്നെ കഴിവിൻ്റെ പരമാവധി 10ലേറെ പേജുകളുള്ള പ്രബന്ധം തയ്യാറാക്കിയിരുന്നു. പക്ഷേ നല്ല ചൂടുള്ള ഈ സമയത്ത് ഫാനുകൾക്ക് പോലും ആവശ്യമായ കാറ്റ് നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പ്രബന്ധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന അൽഫാലുകൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ തൽക്കാലം ആ പ്രബന്ധ രൂപത്തിൽ നിന്ന് മാറി വളരെ ഹ്രസ്വമായി ഞാൻ മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ സാദാത്തുക്കളുടെയും ഉസ്താദുമാരുടെയും ഉലമാക്കളുടെയും ഒക്കെ ആ ഗുരുത്വം കൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്ലാമും മുസ്ലിമീങ്ങളും എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും അവസ്ഥയും പഴയ കാലഘട്ടത്തിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്നും നിലവിലുള്ള സാഹചര്യം മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ മാറാൻ എന്ത് മാർഗമുണ്ട് എന്നും മാറ്റത്തിന് ആര് നേതൃത്വം നൽകുമെന്നും ആ മാറ്റം സാധ്യമാകണമെങ്കിൽ വളരെ അത്യാവശ്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ, അതെന്തൊക്കെയാണ് എന്നും ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കുകയാണ്. ലോകത്ത് ആദ്യമായി 99.9% മുസ്ലിമീങ്ങളുള്ള ഒരു രാജ്യത്ത് ലൗഡ് സ്പീക്കറിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്നും നിസ്കാരത്തിൻ്റെ അഥവാ ഓരോ വക്തിൻ്റെയും സമയമാകുന്നതിൻ്റെ കൃത്യം 5 മിനിറ്റ് മുമ്പ് മാത്രമേ പള്ളി തുറക്കാൻ പാടുള്ളൂ, അവിടെ നിശ്ചിത സമയം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ പള്ളി പൂട്ടിപ്പോകണമെന്നും അതേപോലെ തന്നെ ഓരോ പള്ളിയിലേക്കും
നിസ്കരിക്കാൻ വരണമെങ്കിൽ പരിസരത്തുള്ള ഐഡന്റിറ്റി കാർഡുള്ളവർക്ക് മാത്രമേ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ പാടുള്ളൂ എന്നും സർക്കാർ ജോലികളിലോ മറ്റോ പർദ്ദ ധരിച്ചുകൊണ്ട് തലമറച്ചുകൊണ്ടുവന്നാൽ ആ സർക്കാർ ജോലികളിൽ നിന്ന് സ്ത്രീകളെ പിരിച്ചുവിടുമെന്നുമൊക്കെ ആദ്യം ഒരു മുസ്ലിം രാജ്യത്ത് നിയമമുണ്ടാക്കിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാഫ്രിക്കയിലെ തൂനുസ് അല്ലെങ്കിൽ ടുണീഷ്യ എന്ന പേരിലുള്ള രാജ്യമാണ്. അത്രയും പരിഷ്കാരങ്ങൾ മുഴുവൻ നടപ്പാക്കിയതാകട്ടെ 23 കൊല്ലം ഭരണം നടത്തിയതിനു ശേഷം നാട്ടുകാരൊന്നായിട്ട് തല്ലിയോടിച്ചപ്പോൾ ഓടിപ്പോകേണ്ടി വന്ന സൈനുൽ ആബിദീൻ ബിൻ അലി എന്ന ഭരണാധികാരിയായിരുന്നു. പോയപ്പോൾ സ്വന്തം ഭാര്യ കൊണ്ടുപോയത് ടുണീഷ്യൻ സ്റ്റേറ്റ് ബാങ്കിലെ അവിടെ സൂക്ഷിച്ചിരുന്ന 1500 ടൺ സ്വർണവുമായിട്ടാണ് ഭാര്യ പോയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അത്തരം ഒരു മുസ്ലിം രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു രാജ്യത്തിന്റെ അവസ്ഥ. കുഴപ്പം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരി പോയെങ്കിലും ഇനിയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിച്ചിരിക്കുകയാണ്. തൽക്കാലം അടുത്ത കാലത്തൊന്നും ഒരു സമാധാനവും സ്വൈരവുമായ ജീവിതം ആ നാട്ടുകാർക്ക് ലഭിക്കും എന്ന് തോന്നുന്നില്ല. നമുക്ക് ദുആ ചെയ്യാം, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മുടെ സമൂഹത്തിന് അല്ലാഹു തആല എല്ലാ ഐശ്വര്യവും സമാധാനവും നൽകുമാറാകട്ടെ. ഇനി രണ്ടാമതൊരവസ്ഥ നമുക്ക് ഈജിപ്തിനെ സംബന്ധിച്ച് പരിശോധിക്കാം. വലിയ കുഴപ്പം നടന്നു. നേരത്തെ ടുണീഷ്യയിൽ കലാപം തുടങ്ങാൻ കാരണം 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിലെ തെരുവോരത്ത് പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനോട് റോഡരികിൽ ഇതുപോലെയുള്ള കച്ചവടം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെ ഏജൻസി കൂടി നേടിയിരുന്ന ഭരണകൂടം ജനങ്ങളെ മുഴുവൻ അത്തരം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി വഴിയോര കച്ചവടങ്ങളെ എതിർക്കാൻ പോലീസിനെ ഉപയോഗിക്കുകയും ജീവിക്കാനാകെയുള്ള മാർഗം ഈ തക്കാളിയും പൊട്ടറ്റോയും വിൽക്കാനുള്ള ആ അവസരവും കൂടി പോലീസുകാർ തല്ലിച്ചതക്കുകയും തകർക്കുകയും ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരൻ കണ്ട മാർഗം ആത്മഹത്യയായിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ താങ്ങാൻ മാത്രം അന്ന് നാട്ടുകാർക്ക് സാധിച്ചില്ല. അവർ ആ ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ ഗവൺമെന്റിനെതിരെ പോരാട്ടം തുടങ്ങി, വളരെ ശക്തമായി തന്നെ. ഇനി തൊട്ടടുത്ത് ഈജിപ്തിന്റെ അവസ്ഥ നമുക്കറിയാം. പേര് ബ്രദർഹുഡ് എന്നായാലും ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നായാലും 10,000 ആളുകളെ, മറ്റൊരു കാരണവുമില്ല, പ്രത്യക്ഷത്തിൽ അവർക്ക് താടിയുണ്ട്, അവർ പള്ളികളുമായി കൂടുതൽ ബന്ധപ്പെടുന്നു എന്ന കാരണം കൊണ്ട് മാത്രമാണ് പലരെയും അറസ്റ്റ് ചെയ്തത്. തീവ്രവാദത്തിലേക്ക് പോയവരില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല, പോയവർ യഥേഷ്ടമുണ്ട്. പക്ഷേ 10,000 അറസ്റ്റ് ചെയ്തപ്പോൾ അവയിൽ ഭൂരിഭാഗം ആളുകളെയും അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അവരുടെ ആ പുറമെയുള്ള ജീവിത രീതിയും അവരുടെ ശരീരഭാഷയും മാത്രമായിരുന്നു. താടി നീട്ടിയതിനാൽ, തല മറച്ചതിനാൽ, പള്ളിയിലേക്ക് സ്ഥിരമായി നിസ്കാരത്തിന് പോയതിനാൽ ഇതിനൊക്കെ വേണ്ടി 10,000 അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ചെറുപ്പക്കാരനെപ്പറ്റി ആ ഭാര്യക്കോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഉപ്പക്കോ ഉമ്മക്കോ പിന്നെ വർഷങ്ങളായിട്ടും ഒരു വിവരവുമില്ല. പിന്നീട് ഒരിക്കലും ഒരു സൂര്യോദയവും കൂടി കാണാനുള്ള അവസരം അത്തരം ചെറുപ്പക്കാർക്കുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഈജിപ്തിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ, സൗറത്തു ഷബാബ്, ചെറുപ്പക്കാരുടെ വിപ്ലവം എന്നാണ്. അതിൻ്റെയൊക്കെ മറ്റൊരു വശമുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അത് ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ നടന്നത് ചെറുപ്പക്കാരുടെ വിപ്ലവമാണ്. ടുണീഷ്യയിൽ ഒരു വയസ്സൻ, അയാൾക്ക് 85 വയസ്സുണ്ട്. അയാൾ ചെറുപ്പക്കാരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വരി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അയ്യുഹ ഷബാബ്,
അൻതും തുഖദ്ദിമൂന ലിതൂനുസ് മാ ലം നുഖദ്ദിമുഹു നഹ്നു വലാ ആബാഉന. ഞങ്ങൾക്കോ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർക്കോ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത വലിയ സംഭാവനകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ അവസരം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗുണ്ട്. ലോക അറബ് രാജ്യങ്ങൾ മുഴുവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലി അന്നനാ ഹരിംന. അദ്ദേഹം ഒന്നുകൂടി ആവർത്തിക്കുക, ലി അന്നനാ ഹരിംന. ഞങ്ങളൊക്കെ പല്ലുകൊഴിഞ്ഞ് വെറുതന്മാരായത് നൻതളിറു ഹാദിഹിൽ ലഹ്ളത്ത താരീഖിയ്യ, ഈ ചരിത്ര മുഹൂർത്തത്തിനു വേണ്ടിയാണ് ഞങ്ങൾ നിരച്ചതും ഞങ്ങളുടെ പല്ലുകൊഴിഞ്ഞതും. അത് നിറവേറ്റാൻ ചെറുപ്പക്കാരെ ഇന്ന് തന്നെയെങ്കിലും നിങ്ങൾക്കായല്ലോ. ഇത് വയസ്സന്മാരുടെ കൂടി പ്രതികരണമാണ്. അപ്പോൾ വിപ്ലവം ചെറുപ്പക്കാരുടേതാണെങ്കിലും അതിന് അവർക്ക് എല്ലാത്തരം പിന്തുണയും മുതിർന്ന ആളുകളിൽ നിന്നുണ്ട് എന്ന വസ്തുതയും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ലോകത്തെ മറ്റൊരു ഇസ്ലാമിക രാജ്യമാണ് ലിബിയ. ഞാൻ ഇടക്ക് തമാശയല്ല, കാര്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയട്ടെ. അത് വളരെ ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് പറയുകയാണ്. ഉസ്താദുമാരെന്നോട് ക്ഷമിക്കണം. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ അലി ജുമുഅ മർക്കസു സഖാഫത്തി സുന്നിയയുടെ സമ്മേളനത്തിൽ വന്ന് സംബന്ധിച്ച് തിരിച്ചുപോയി അവിടെ എത്തിയപ്പോഴാണ് ഈജിപ്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ നമ്മുടെ പരിസരത്തുള്ള ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ഈ പണ്ഡിതന്മാരെയുമൊക്കെ അവരോടൊക്കെ വിയോജിക്കുന്ന രണ്ട് പണ്ഡിതന്മാരന്ന് പ്രസ്താവനയിറക്കി. മർക്കസിൽ വന്നതിന്റെ ഗുണം കണ്ടോ? അദ്ദേഹം മർക്കസിൽ വന്ന് പോയപ്പോഴേക്ക് അവിടെ തന്നെ തകരാറായിപ്പോയി. ഇത് പ്രസ്താവന നടത്തി തൊട്ടു പിറ്റേന്നാണ് ഈ കേരളത്തിൽ നിന്ന് രണ്ടുപേർ ലിബിയയിലേക്ക് പോയത്. പ്രൊഫസറാണെങ്കിലും തങ്ങളാണെങ്കിലും ഒന്നും ഞാൻ അവരെ അപമാനിക്കാൻ വേണ്ടി പറയുകയല്ല. അവരവിടെ ഉള്ളപ്പോഴാണ് ലിബിയയിൽ കുഴപ്പം നടന്നത് എന്നും ആ കുഴപ്പം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നും നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് ഇടയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഖുൽ എന്ന് പറയുന്ന ആയത്തുകൾ ഏതൊക്കെയുണ്ടോ, സൂറത്തുൽ ഇഖ്ലാസ് തന്നെ ഉദാഹരണം, മുഅവ്വിദത്തൈനി ഉദാഹരണം, അത്തരം ഖുൽ എന്ന പദങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖദ്ദാഫി ആദ്യം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തിയത്. ഇസ്ലാമിക വിരുദ്ധ ആശയം തുടങ്ങിയത് അങ്ങനെയാണ്. മാത്രമല്ല, ബൻഗാസി എന്ന് പറയുന്ന ബനി ഗാസിയിൽ വളരെ മഹാനായൊരു വലിയുണ്ടായിരുന്നു, ഷെയ്ഖ് ഉമറുൽ മുഖ്താർ. അദ്ദേഹത്തിന്റെ ദർഗ തകർക്കാൻ വേണ്ടി രാത്രിയാണ് ചെറുപ്പക്കാരെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ദർഗ തകർത്തു, അവരുടെ ഭൗതിക ശരീരം അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുന്നുണ്ട്. അമേരിക്കയിലെ ലൂയി ഫാറാഖാൻ പ്രബോധനം ചെയ്യുന്ന ക്രിസ്ത്യാനിസവും ഇസ്ലാമും കൂട്ടി നടത്തുന്ന ഒരു ഇസ്ലാമുണ്ട്. അതിന്റെ പേര് തന്നെ നേഷൻ ഓഫ് ഇസ്ലാം എന്നാണ്. ലൂയി ഫാറാഖാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, ലോകത്ത് ഈ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ആളാണ് അമീറുൽ മുഅ്മിനീൻ എന്നൊരിക്കൽ പറയുകയും പിന്നെ മലിക്കു മുലൂക്കി അഫ്രീഖിയ, ആഫ്രിക്കയുടെ മലിക്കുൽ മുലൂക്ക് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്ത സാക്ഷാൽ ഖദ്ദാഫി എന്ന് ലൂയി ഫാറാഖാൻ തന്നെ അമേരിക്കയിൽ പ്രഖ്യാപനം നടത്തി. അതേ ആശയം ഫിലിപ്പൈൻസിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വന്തം മകനായ സൈഫുൽ ഇസ്ലാം ഖദ്ദാഫിക്ക് വലിയ ഫണ്ട് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ക്രിസ്ത്യാനി മതത്തിന്റെ ആശയങ്ങളും ഏതാനും ഇസ്ലാമിക തത്വങ്ങളും കൂട്ടി ലോകത്തൊരു പുതിയ ദീനെ ഇലാഹി എന്ന് പറയും പോലത്തൊരാശയം പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഭരണാധികാരിയാണ് ഖദ്ദാഫി. ജനങ്ങളെ അടിച്ചമർത്തുകയാണ്, ലക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണ്. മസ്റാത്ത എന്ന് പറയുന്ന നഗരത്തിൽ കഴിഞ്ഞ 25 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 33,000 പാവപ്പെട്ട സുന്നികളായ മുസ്ലിം സഹോദരന്മാരാണ്. കൊന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഖദ്ദാഫിക്കാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയുകയാണ്. 4ാമത്തെ രാജ്യം സിറിയയാണ്.
ബഷാറുൽ അസദും അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്ന ഹാഫിദുൽ അസദും രണ്ടുപേരും ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. അറബ് മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന രണ്ട് രാജ്യം, ഒന്ന് ഇറാഖും ഒന്ന് സിറിയയുമായിരുന്നു. ഹിസ്ബുൽ ബഅസ് അഥവാ ബാത്ത് പാർട്ടി എന്ന പേരിൽ കമ്മ്യൂണിസം മുസ്ലിമീങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാർട്ടി തലത്തിൽ ഭരണതന്ത്രങ്ങളും സംവിധാനങ്ങളും മുഴുവൻ ഉപയോഗപ്പെടുത്തിയവരായിരുന്നു ഈ രണ്ട് ഭരണാധികാരികൾ. സുന്നത്ത് ജമാഅത്തിന്റെ ഭൂരിഭാഗം വരുന്ന ആളുകളെ ഒതുക്കാൻ വേണ്ടി ഷിയാക്കളിൽ തന്നെ വളരെയധികം മോശപ്പെട്ട ദുറൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ഭരണാധികാരികളാണ്. ഇന്ന് അവിടെ കുഴപ്പം നടന്നത് പള്ളികളിൽ നിന്നാണ്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പ്രകടനത്തിനിറങ്ങിയ ആളുകൾ പുറത്തേക്കിറങ്ങുന്നതിന്റെ മുമ്പ് പള്ളിയിലേക്ക് പട്ടാളക്കാർ ഇറച്ചു കയറി ദർആ നഗരത്തിൽ പള്ളികളിൽ വെടിവെപ്പ് നടത്തി 15ഓളം ചെറുപ്പക്കാർ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ ഒരു ലോക ഇസ്ലാമിക രാജ്യത്തിന്റെ അവസ്ഥ. ഇനി യമനിലെ അലി അബ്ദുള്ള സാലിഹിന്റെയും അൾജീരിയയിലെ അബ്ദുൽ അസീസ് ബൂത്തഫ്ലീക്കയുടെയും അതുപോലെ തന്നെ മൗറിട്ടാനിയയിലെ മുഹമ്മദ് വലദ് അബ്ദുൽ അസീസിന്റെയും സെനഗലിലെ അബ്ദുള്ള വാദിന്റെയും അതേപോലെ തന്നെ സാഹിലുൽ ആജ് അഥവാ ഐവറി കോസ്റ്റിലെ അൽ ഹസൻ വട്ടറയുടെയും ഈ പേരുകളൊക്കെ മുസ്ലിം പേരുകളാണ്. പക്ഷേ ഇവരൊക്കെ പ്രചരിപ്പിച്ചത് എന്താണ് എന്നല്ലേ? അധികാരം പിടിച്ചു നിർത്തണമെങ്കിൽ ശരിയായ ഇസ്ലാം തടസ്സമാണ് എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കിയത്. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് അതായിരുന്നു. അതേപോലെ ഫ്രഞ്ചുകാർ മനസ്സിലാക്കിയത് അതായിരുന്നു. മറ്റുള്ള രാജ്യങ്ങൾ കടന്നുപിടിച്ച് കോളണികളാക്കി അധികാരം ഉറപ്പിച്ചു. അവിടെ നിന്നെങ്ങാനും പോരേണ്ടി വരുമോ എന്ന സംശയം ജനിച്ചപ്പോഴൊക്കെ ഇസ്ലാമാണ് തങ്ങൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ പ്രേരകശക്തി, അതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കണം എന്ന് മനസ്സിലാക്കി ശരിയായ ഇസ്ലാമിക രീതിയിൽ ജീവിച്ചു വന്ന ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി മറ്റു ചില പ്രസ്ഥാനങ്ങൾ പടച്ചുവിട്ടത് ബ്രിട്ടീഷുകാരായിരുന്നു. അവരുടെ തത്വമാണ് ഫർരിഖ് തസുദ്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തത്വം. അതേ തത്വം ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ ഉള്ള സ്ഥലത്ത് തന്നെ നടക്കുന്നു. അതിന്റെ 9 രാജ്യങ്ങളിലെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബഹ്റൈനിലെ രാജാവും അവിടുത്തെ ഷിയാക്കളും തമ്മിലുള്ള പ്രശ്നവും, ജോർഡാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവും ജനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും, മൊറോക്കോയിലെ മുഹമ്മദ് ആറാമനും അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളും, സൗദി അറേബ്യയുടെ കിഴക്കൻ ഏരിയകളിൽ ഷിയാക്കൾ നേതൃത്വം നൽകുന്ന പോരാട്ടവും, ഇറാഖിലെ നൂരി മാലിക്കി ഭരണകൂടത്തിനെതിരെ ജനകീയമായ പോരാട്ടം അംബാറിലും തിക്രീത്തിലുമൊക്കെ തുടങ്ങിയതും, സുഡാനിൽ ദക്ഷിണ സുഡാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിതപരിശോധന നടത്തുകയുണ്ടായി. ഡാർഫോർ എന്ന് പറയുന്ന സ്ഥലത്ത് അറബികളും ഒറിജിനൽ സുഡാനികളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്കിടയിൽ 100,000-ലേറെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേപോലെ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. ഗീലാനി വന്നു, ക്രിക്കറ്റ് ഡിപ്ലോമസി നടത്തി എന്നൊക്കെ ശരിയാണ്. പക്ഷേ പാകിസ്ഥാനിലെ സാധാരണ മുസ്ലിമീങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്, അന്ന് ജിന്ന പറഞ്ഞതുപോലെ ഒരു മുസ്ലിം രാഷ്ട്രവാദം നമ്മൾ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ, ഗാന്ധിജിയുടെ കൂടെ നിന്നുകൊണ്ട് ഒരേ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ അന്ന് നമ്മൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും തന്നെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. മുസ്ലിം രാജ്യം വേണമെന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങി, അതിന്റെ പേരിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ചോര ചിന്തി. ഇതൊക്കെയായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലത്ര പോലും സമാധാനമില്ലല്ലോ എന്ന് കേഴുന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാനികൾ എത്തിയത്. അഫ്ഗാനിസ്ഥാന്റെ കഥ നമുക്കറിയാം. അവിടെ താലിബാൻ എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ കഠിന വിരോധികളാണ്.
അവർ നുഴഞ്ഞു കയറിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പാകിസ്ഥാനിലെ അഫ്ഗാൻ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ദേരാ ഇസ്മായിൽ ഖാൻ എന്ന പ്രദേശത്ത് ഉറൂസ് നടക്കുമ്പോൾ ദർഗ അവർ സ്ഫോടനത്തിലൂടെ തകർക്കുകയും ഉറൂസിന് വന്ന 27 ആളുകൾ കഴിഞ്ഞ ആഴ്ച കൊല ചെയ്യപ്പെട്ടത് താലിബാൻ ഔദ്യോഗികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഓരോ രാജ്യത്തെയും അവസ്ഥ പരിശോധിച്ചാൽ എനിക്കിവിടെ പറയാൻ തോന്നുന്നത് രാം ജഠ്മലാനി നേരത്തെ ഉറക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മറ്റു പ്രധാനപ്പെട്ടവരും ഒക്കെ കൂടിയ ഭീകരവാദത്തെ സംബന്ധിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. അന്ന് എന്റെ വകയല്ല, രാം ജഠ്മലാനി ഉറക്കെ പറയുകയുണ്ടായി, ലോകത്തെവിടെ ഭീകരവാദമുണ്ടോ അവിടെയൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന, നമ്മളെ ശക്തമായി എതിർക്കുന്ന, ഇവിടെ 2 വിഭാഗമായി മടവൂരും അല്ലാത്തതുമായി പിരിഞ്ഞ അതേ പാർട്ടിയാണ് എന്ന് ആ അമുസ്ലിമായ രാം ജഠ്മലാനി പറഞ്ഞപ്പോൾ സത്യം സത്യം തന്നെയാണ്. പക്ഷേ എനിക്കതിന് മറുപടി പറയാൻ കഴിയാതെ ഞാൻ വേദിയിലിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൗദി അറേബ്യയുടെ അംബാസിഡർ അന്ന് ആ സ്റ്റേജിൽ നിന്ന് അധ്യക്ഷനായ പ്രസിഡന്റിനോട് പോലും പറയാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത് എന്ന വസ്തുത സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ഇസ്ലാമിക ഭീകരവാദം, തീവ്രവാദം എന്ന പേരിൽ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ പരിശോധിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ് എന്ന് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സ്വാധീനമുള്ള രാജ്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ. മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, അവിടേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഇത്രയും കൂടുതൽ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, 15 മുതൽ 18 കോടി വരെ എന്നാണ് സുലൈമാൻ സഖാഫി പറഞ്ഞത്. ഞാനൊരല്പവും കൂടി കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൈവശമുള്ള രേഖകൾ അങ്ങനെ പറയുന്നത് കൊണ്ട്. അഥവാ 20 കോടി മുസ്ലിമീങ്ങളുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ഭീകരവാദത്തിനും ഈ തീവ്രവാദത്തിനും സപ്പോർട്ട് നൽകുന്നവർ ആരാണ്, അല്ലെങ്കിൽ എത്ര പേരുണ്ട്? ഇത് മാത്രം വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം എല്ലാവിധ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതോ നേതൃത്വം നൽകുന്നതോ അതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. ആധുനിക ലോകത്തെ ഇസ്ലാമിക ചലനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ നേടിയ നേട്ടങ്ങളായി പറയാൻ ഒരുപാടുണ്ടാകാം. പക്ഷേ ആ നേട്ടങ്ങളൊന്നും തന്നെ എടുത്തു കാണിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല നാം. കാരണം ആധുനിക ലോകത്തെ മുസ്ലിമീങ്ങൾ നേരിടുന്ന ക്രൈസിസുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, എവിടെയും യുദ്ധം, എവിടെയും പൊട്ടിത്തെറികൾ, എല്ലായിടത്തും പ്രശ്നം തന്നെയാണ്. ഇത് കാണുമ്പോൾ മറ്റു നേട്ടങ്ങളെ കാണാൻ സാധിക്കാതെ പോവുകയാണ്. ഇനി നമ്മൾ നോക്കൂ, നേരത്തെ ഇസ്ലാമിക ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇസ്ലാമിക സാമ്രാജ്യത്വത്തെ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇസ്ലാമിക വികാസത്തിനെ തടഞ്ഞു നിർത്തണം എന്നുള്ള വളരെ ഗൂഢമായ ഒരു പദ്ധതി ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും നടപ്പാക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. മംഗോളിയൻ ആക്രമണം, മംഗോളിയക്കാർ ഇസ്ലാമിക് മതം സ്വീകരിച്ചത് തന്നെ എങ്ങനെയായിരുന്നു? ജംഗീസ് ഖാന്റെ അനന്തരവൻ അദ്ദേഹം ഒരു ദിവസം വേട്ടയാടാൻ പോയൊരു രംഗം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കാട്ടിൽ ചെന്നപ്പോൾ കുടുംബസമേതം വേട്ടയാടാൻ ശിക്കാറിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം കാണുന്നത് കാനന മധ്യത്തിലതാ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ചുറ്റും അവർക്കൊരു പ്രൊട്ടക്ഷൻ വലയം തീർത്തിരിക്കുകയാണ്, സിംഹവും അതേപോലെ തന്നെ കടുവയുമൊക്കെ. ഈ മനുഷ്യൻ രാജാവ് നല്ലതുപോലെ നോക്കി, എന്താണ് മൃഗങ്ങളുടെ പരേഡോ അസംബ്ലിയോ നടക്കുകയാണോ? സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കാണുന്നത് മൃഗങ്ങൾ ആർക്കോ പ്രൊട്ടക്ഷൻ തീർത്തിരിക്കുകയാണ്. നടുവിലതാ ഒരു മനുഷ്യൻ, അദ്ദേഹം തല താഴോട്ട് നോക്കിയിരിക്കുകയാണ്. മറ്റെവിടേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകുന്നില്ല. ഇരിക്കുന്നത് സ്ഥലത്തേക്ക് ഒന്നുകൂടി നോക്കിയപ്പോഴാണ് കാണാൻ കഴിയുന്നത് വലിയ വിഷമുള്ള മൂർഖന്മാർ അതാ മെത്ത പോലെ വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന്റെ മേലെയാണ് ആ മഹാമനുഷ്യൻ ഇരിക്കുന്നത്. ചുറ്റുഭാഗത്തും സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ. മനസ്സിൽ വെറുതെ ആ മംഗോളിയൻ ചക്രവർത്തിയുടെ മനസ്സിലൊരു തോന്നലുണ്ടായി, എന്റെ കൊട്ടാരത്തിൽ എന്റെ സ്വന്തം മകള് സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ലോകത്ത് ലഭ്യമായ വിശ്വകരന്മാരുടെ മുഴുവൻ സേവനം തേടി ഒരു ഫലവുമില്ല. പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ കാട്ടിലിരിക്കുന്നു,
എങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അവളെ ചികിത്സിക്കാൻ കഴിയും. ഒന്ന്, ഒരു ദർശനം എനിക്ക് ലഭിക്കണേ ഈശ്വരാ എന്ന് അയാൾ കരുതി എന്നാണ്. കരുതിയപ്പോഴേക്ക് അതാ ആയിരിക്കുന്ന മനുഷ്യൻ കണ്ണു തുറന്നു നോക്കുകയാണ്, സിഗ്നൽ കൊടുക്കുകയാണ്, ഇങ്ങോട്ട് വാ. ആ സിഗ്നല് അനുസരിക്കാൻ വേണ്ടി കാല് മുന്നോട്ടെടുത്തു വെച്ചപ്പോൾ അത്ഭുതം, കാവല് നിന്ന വലിയ വലിയ ഹിംസ്ര ജന്തുക്കൾ വഴിമാറിക്കൊടുക്കുകയാണ്. അദ്ദേഹം നേരെ അങ്ങോട്ട് ചെന്നു, ആ മഹാമനുഷ്യന്റെ അടുത്തിരുന്നു, സംസാരിച്ചു, മന്ത്രിച്ചു വെള്ളം കൊടുത്തു. കൂട്ടത്തിൽ ആ മഹാമനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ കൊട്ടാരത്തിലെ മുഴുവൻ മന്ത്രിമാരും അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ ഉള്ള ഒരു സമയത്ത് ഞാൻ വരാം. നിങ്ങൾ എപ്പോൾ വന്നാലും ഗുരു സ്വീകരിക്കാൻ തയ്യാറാണ്. രാജാവ് മടങ്ങി. പിന്നീട് ആ വലിയ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. മരണത്തിന്റെ തൊട്ടുമുമ്പ് സ്വന്തം മകനെ വിളിച്ചു പറഞ്ഞു, രാജാവ് എനിക്കൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ എപ്പോൾ വന്നാലും മന്ത്രിമാരെയും മറ്റുള്ളവരെയും ഒക്കെ കൂട്ടി സ്വീകരണം നൽകാം. അതുകൊണ്ട് തന്നെ ആ ചാൻസ് ഉപയോഗപ്പെടുത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. നീ പോകണം, നീ പോയിട്ട് ആ ചാൻസ് ഉപയോഗപ്പെടുത്തണം, അവരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കണം. അദ്ദേഹം പോയി. കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലത്തും പാറാവുകാരാണ്, ആരോടും തന്നെ സംസാരിക്കാൻ പോലും അവർ വിടുന്നില്ല. അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേന്ന് ചെന്നു, പിറ്റേന്നും അതേ അവസ്ഥ. പിറ്റേന്ന് ചെന്നു, മൂന്നാമത്തെ ദിവസവും ആരും കടത്തിവിട്ടില്ല. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇന്ന് എന്തായാലും രാജാവിനെ കാണണം. നേരം പുലരാൻ സമയത്ത് അന്നത്തെ കാട്ടിലുണ്ടായിരുന്ന വലിയന്റെ മകൻ നേരെ ചെന്നു. അദ്ദേഹം കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് ചെന്ന് മതിലിന്റെ അടുത്ത് നിന്ന് വളരെ ശബ്ദത്തിൽ ഉറക്കയങ്ങ് ബാങ്ക് കൊടുത്തു. പട്ടാളക്കാർ ഓടിയെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അന്നൊക്കെ രാജാവ് തന്നെ നേരിട്ട് ശിക്ഷ വിധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ കയ്യാമം വെച്ചുകൊണ്ട് പട്ടാളക്കാർ കൊണ്ടുചെന്നു. അങ്ങനെ രാജാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഈ വലിയ പരിചയപ്പെടുത്തി താൻ ആരാണ്, തന്റെ പിതാവാരായിരുന്നു, അന്ന് രാജാവ് കാട്ടിൽ ശിക്കാറിന് വന്നപ്പോൾ കണ്ട ആ വലിയ മനുഷ്യന്റെ മകനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാജാവിന് സന്തോഷമായി. അങ്ങനെയാണ് മംഗോളിയയിലെ ഭരണാധികാരികൾ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നാണ് അവരുടെ ചരിത്രം. ആ മംഗോളിയക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് അക്രമങ്ങൾ കഴിച്ചുവിട്ടു. നമുക്കറിയാം, ബഗ്ദാദ് ഇസ്ലാമിക കേന്ദ്രമായിരുന്നു, അതവർ തകർത്തു. ലോക മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, ടൈഗ്രീസ് നദിക്ക് കുറുകെ കടക്കാൻ ഒരു ഭാഗത്ത് പാലം നിർമ്മിക്കാൻ അന്നവർക്ക് സാധിക്കാതെ വന്നപ്പോൾ മുസ്ലിമീങ്ങൾ എഴുതിയ കിതാബുകളൊന്നായിട്ട് പുഴയിൽ മുക്കി അത് പാലമാക്കി ഉപയോഗിച്ചു എന്നുവരെ ഫിലിപ്പ് കെ ഹിറ്റി എന്ന ആ ഓറിയന്റലിസ്റ്റ് ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ താരീഖുൽ ഖുലഫായിൽ അന്നത്തെ രംഗങ്ങൾ ഓരോന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ലിസായിലിദ്ദംഇ അൻ ബഗ്ദാദ അഖ്ബാറു ഫമാ വുഖൂഫുക വൽ അഹ്ബാബു കസ്സാറു താജുൽ ഖിലാഫത്തി വറബ്ഉൽ ലദീ ശറഫത് ബിഹിൽ മആലിമു ഖദ് അഫാഹു ഇഖ്ഫാറു എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാമിക രാജ്യം എത്രമാത്രം ബലഹീനമായി എന്ന വരി സൂചിപ്പിക്കുകയാണ്. അലസ്വലീബു അലാ അഅലാ മനാബിരിഹാ, അലസ്വലീബു അലാ അഅലാ മനാബിരിഹാ വഖാമ ബിൽ അംരി മൻ യഹ്വീഹി സുന്നാറു. ഇതേ അവസ്ഥ ബഗ്ദാദിലുണ്ടായി എങ്കിൽ നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിക ഖിലാഫത്ത് കൊണ്ട് അനുഗ്രഹീതമായ സ്പെയിൻ, ക്രീറ്റ്, മാൾട്ട, സൈപ്രസ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ മധ്യധരണിയായി മുഴുവൻ മുസ്ലിമീങ്ങളുടേതായിരുന്നു. ആ മധ്യധരണിയായിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു, ദ്വീപ് സമൂഹമായിരുന്നു ക്രീറ്റ്, മാൾട്ട, സൈപ്രസ്, സിസിലി, അതുപോലെ സ്പെയിൻ എന്ന് പറയുന്ന വലിയ രാജ്യവും. ഈ രാജ്യങ്ങൾ ഒക്കെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ രംഗം വിശദീകരിച്ചുകൊണ്ട് കമാലുദ്ദീൻ ഉറുന്തി വളരെയധികം കണ്ണീരൊഴിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്തായിരിക്കും ഇസ്ലാമിക ലോകത്തിന് സംഭവിച്ചത്? എത്രമാത്രം അന്തസ്സായിരുന്നു ഈ സമൂഹത്തിനുണ്ടായിരുന്നത്. അവരുടെ മെമ്പറുകളിൽ സ്വലീബ് അഥവാ കുരിശ് സ്ഥാപിക്കപ്പെട്ടു എങ്കിൽ, പള്ളിയുടെ മെഹ്റാബുകളിൽ രുദ്രാക്ഷം ധരിച്ച ആളുകൾ
ചടങ്ങുകൾ നിർവഹിക്കാൻ നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ വന്നു എങ്കിൽ, പള്ളികൾ സിനഗോഗുകളോ ചർച്ചുകളോ ആക്കി മാറ്റപ്പെട്ടു എങ്കിൽ ഇതെന്തുകൊണ്ടാ സംഭവിച്ചത്? വളരെ വലിയ ചിന്തകനായിരുന്നതുകൊണ്ട് അദ്ദേഹം തന്റെ കവിത തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ലികുല്ലി ശൈഇൻ ഇദാ മാ തമ്മ നുഖ്സാനു ഫലാ യഗുറു ബിതീബിൽ ഐശി ഇൻസാനു ഹിയൽ ഉമൂറു കമാ ശാഹത്തഹാ ദുവലു മൻ സറഹു സമനുൻ സാഅതുഹു അസ്മാനു. വളരെ വിഷമത്തോടുകൂടി നമ്മുടെ പ്രവർത്തകരോട് ഉസ്താദുമാരുടെ വകയായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വളർച്ചയും ഇതുപോലത്തെ വലിയൊരു സമ്മേളനവും അതുപോലെ നമ്മൾ നേടിയ ഒരു